കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസിക്ക് സകല തെളിവും കാണിച്ചു കൊടുക്കുകയാണ് കൃഷ്ണൻ കൺമണിയും. മാനസിക്കാകെ ഉമിത്തിയിൽ നിന്നും വെന്തുരുകുന്നത് പോലെയുള്ള ഒരവസ്ഥയിലാവാണ്. തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും തൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആൻറ്റിയമ്മയും സുജാതയും കൂടി തനിക്കെതിരാകും. പിന്നെ മുൻപ് തന്നെ കൺമണി തന്നെ ദ്രോഹിക്കുകയാണ് എന്നൊരു സൂചന സുജാതയ്ക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് മിക്കവാറും സുജാത തൻ്റെ കൂടെ തന്നെയായിരിക്കും നിൽക്കുക എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് മാനസിക്കുള്ളത്. ആൻറ്റിയമ്മ പിന്നെ തന്നെ ഉള്ളം കയ്യിൽ കൊണ്ടുവച്ച് നടക്കുന്നത് കൊണ്ട് അവിടെ താൻ സേഫാണ്. സാഗറിൻ്റെ വാക്കുകൾക്കൊന്നും ആൻറ്റിയമ്മയും സുജാതയും തീരെ വില കൽപ്പിക്കുന്നില്ല. എന്തായാലും കൺമണിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അടിമുടി വിറയ്ക്കാണ് മാനസ. മിക്കവാറും മാനസ കമ്പനി നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോകാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയായാൽ സുമിത്രയും ജയിലിലുണ്ടല്ലോ, അവിടെ വെച്ച് സ്ട്രോങ് ആയ ഒരു കൂട്ടുകെട്ട് ഉടലെടുക്കുകയും എല്ലാവരെയും നശിപ്പിച്ച് അടങ്ങൂ എന്നുള്ള പ്രതികാര ബുദ്ധിയായിട്ട് വേറൊരു മാനസിയായി തന്നെ അവൾ പുറത്തിറങ്ങുകയും ചെയ്യും. അങ്ങനെയായി ബലരാമനുമായിട്ടുള്ള കല്യാണം എങ്ങനെ നടക്കും എന്നറിയില്ല. എന്തായാലും ബലരാമൻ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ആ പെണ്ണിനെ ഈ ബലരാമൻ സ്വീകരിക്കാനും സാധ്യതയൊന്നുമില്ല. അങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടായി തൻ്റെ പദ്ധതികളൊക്കെ പാളിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമൊന്നും കൺമണിയുടെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന മാനസ അറിയുന്നില്ല. എല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഇനി വല്ല കളിക്കും നീ എങ്ങാനും ഇറങ്ങിയാൽ ഞങ്ങളും ഈ ഇറക്കം അങ്ങ് ഇറങ്ങും. അത് നിൻ്റെ അവസാനത്തിനായിരിക്കുമെന്ന് കൃഷ് പറയുന്നുണ്ട് മാനസയോട്. അത് കേട്ട് തൽക്കാലത്തേക്ക് മാനസ ഒന്ന് ചൂളുന്നുണ്ടെങ്കിലും മാനസയെ അതെങ്ങനെ ബാധിക്കുകയൊന്നുമില്ല. ഇനിയും സാഹചര്യമൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ കൺമണിയെയും കൃഷ്ണയെയും ദ്രോഹിക്കാനായിട്ട് മാനസ തുനിഞ്ഞിറങ്ങും. കൺമണി പക്ഷേ തൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരവസ്ഥ കാര്യമൊന്നും അറിയാതെയാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും ആകെ വിരണ്ടു പോയ വരുണാണെങ്കിൽ CI അനിരുദ്ധിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ശ്രീനിവാസൻ മരിച്ചു എന്ന് വിചാരിച്ച് നിയമോപദേശം കിട്ടാനായിരിക്കും അയാളുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നത്. ഇതൊക്കെ മാനസയും സുജാതയും വിളിച്ച് കാര്യമൊക്കെ പറയുന്നുണ്ട്. ആരെന്ത് ചെയ്യുമ്പോഴും അതിനൊക്കെ സുജാതയുടെ കയ്യിൽ നിന്നും പഴി കേൾക്കേണ്ടി വരുന്നത് ഒന്നിലും ഭാഗഭാഗമാകാത്ത സാഗർ തന്നെയാണ് എന്നുള്ള ഒരവസ്ഥയാണ്. സാഗറിനോട് സുജാത അപ്പോൾ അവസാനം കുറ്റം മാനസയുടെ പേരിലിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭാഗ്യശ്രീ പറഞ്ഞതനുസരിച്ച് റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ച് തന്നെ ബലരാമൻ മാനസയെ വിളിക്കുകയാണ്. ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട്. വല്ലാത്ത ടെൻഷനിൽ നിന്നിരുന്ന മാനസയ്ക്ക് ഒരു കുളിർ മഴ കിട്ടിയതുപോലെയാണ് കേട്ടോ ബലരാമൻ്റെ ആ വിളി. അവൾ സന്തോഷപൂർവ്വം എനിക്കും കാണണമെന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. തങ്ങളുടെ പദ്ധതി വിജയിച്ച സന്തോഷത്തിൽ ബലരാമൻ ഭാഗ്യശ്രീയെ നോക്കി കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഭാഗ്യശ്രീയെ നോക്കി അവൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള ആളുകളെ പോലെയൊന്നുമല്ല ഈ ബലരാമൻ എന്നവൾ തിരിച്ചറിയുന്ന ദേഷ്യത്തോടെ പറയാണ് ബലരാമൻ. ആ ഒരു നിമിഷത്തിന് വേണ്ടി ഞാനും ത്രില്ലടിച്ചിരിക്കുകയാണ് ഒക്കെ ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നുണ്ട്. മാനസയാണെങ്കിൽ ബലരാമൻ വന്നതോർത്ത് നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അവളുടെ അടുത്ത് എത്താറാകുമ്പോൾ കാറിലിരിക്കുന്ന ഭാഗ്യശ്രീയോട് അപ്പോൾ പൊളിക്കാലേന്ന് പറയുന്നുണ്ട് കേട്ടോ ബലരാമൻ. പൊളിക്കുന്ന തിരിച്ചും പറയുന്നുണ്ട് ഭാഗ്യശ്രീ. മാനസയെ കണ്ട ബലരാമനാണെങ്കിൽ ഭാഗ്യശ്രീയെ കാറിലിരുത്തി മാനസയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നെ മിസ് ചെയ്തോ എന്ന് മാനസ ചോദിക്കുമ്പോൾ ഹൃദയത്തിലുള്ള ഒരാളെ എങ്ങനെ മിസ് ചെയ്യുമെന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് ബലരാമൻ. ഇത് കണ്ട ഭാഗ്യശ്രീ ആണെങ്കിൽ കാറിലിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും അവസാനം ബലരാമൻ തൻ്റെ യഥാർത്ഥ മുഖം മാനസയ്ക്ക് മുന്നിൽ തുറക്കാണ്. നീ കൺമണിയെയും കൃഷ്ണയെയും തകർക്കാനാണോ എൻ്റെ അടുത്ത് കൂടിയത്? പറ മോളെ, ഭാഗ്യശ്രീ പറഞ്ഞതൊക്കെ നുണയാണെന്ന് പറ മോളെ എന്നൊക്കെ മാനസയുടെ തോളിൽ കൈവച്ച് ബലരാമൻ ചോദിക്കുന്നു. അങ്ങനെ സത്യം കണ്ടുപിടിച്ച സന്തോഷത്തിൽ കൃഷ്ണനും കൺമണിയും പരസ്പരം സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്